ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷിയേറ്റർ ആണ്. ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഇന്റഗ്രേറ്റർ, അതിന്റെ പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ, ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ പഠിച്ചു. ഇനിയുള്ളത് ഡിഫറൻഷിയേറ്റർ. അപ്പൊ ഡിഫറൻഷിയേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ അറിയാം, ഇന്റഗ്രേറ്ററുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ എന്തായിരിക്കും, ഈ R1 പകരം C1 ആയിരിക്കും. മറ്റേടത്ത് എന്താണ്, ഇന്റഗ്രേറ്ററിൽ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ആയിരുന്നു, ഇപ്പൊ എന്തായി, ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയി. ആക്ച്വലി സർക്യൂട്ട് ഡയഗ്രത്തിൽ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടുത്തെ കപ്പാസിറ്ററും റെസിസ്റ്ററിന്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ എന്തായി, ഡിഫറൻഷിയേറ്റർ ആയി. നമ്മൾ ഓൾറെഡി ഇന്റഗ്രേറ്റർ എങ്ങനെയാണ് സർക്യൂട്ട് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ റിലേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇവിടെയും വേണമെങ്കിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ റിലേറ്റ് ചെയ്തിട്ട് പറയാം. അവിടെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഇൻപുട്ട് റെസിസ്റ്റർ ചേഞ്ച് ചെയ്ത് ഒരു കപ്പാസിറ്റർ ആയി കഴിഞ്ഞാൽ എന്തായി, ഡിഫറൻഷിയേറ്റർ ആയി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്ററുമായിട്ട് കമ്പയർ ചെയ്യാം. ഇന്റഗ്രേറ്ററിലെയും ഡിഫറൻഷിയേറ്ററിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ, കപ്പാസിറ്ററിന്റെയും റെസിസ്റ്ററിന്റെയും പൊസിഷനെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരിക്കലും ഈ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം, മാറിപ്പോരുതിട്ട് രണ്ടും കൂടെ. കാരണം ഒരെണ്ണം, ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ഫംഗ്ഷൻ തന്നെ എന്തായി, ഒന്ന് ഡിഫറൻസിയേഷൻ ഉള്ളന്ന് ഇന്റഗ്രേഷൻ ആയി പോകും. അത് ശ്രദ്ധിച്ച് ഡയഗ്രം വരയ്ക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ നോക്കാം. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ എന്താണ്, ഇവിടുത്തെ നോഡ് എയിലേക്ക് KCL അപ്ലൈ ചെയ്യുക. KCL എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇൻകമിംഗ് കറണ്ട് ഉണ്ട്, എന്താണ് IC ഉണ്ട്, അതുപോലെ ഔട്ട് ഗോയിങ് കറണ്ട് ഉണ്ട്, അതെന്തായിരിക്കും, IF ആയിരിക്കും. സോ IC ഈസ് ഈക്വൽ ടു IF എന്നാണ് ഇക്വേഷൻ കിട്ടുക. ഇനി ICയുടെ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്ററിൽ പഠിച്ചില്ലേ, എന്താണ്, C ഇൻറ്റു dV/dt ആണ് അല്ലെ. അപ്പൊ ഇവിടെ C എന്ന് വെച്ചാൽ C1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. V എന്ന് പറയുമ്പോൾ എന്തോരും, ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് എന്താണ്, ഇവിടുത്തെ VA, ഈ നോഡിലുള്ള വോൾട്ടേജ്. നോഡിലുള്ള വോൾട്ടേജ് നമുക്ക് എന്താണെന്നറിയാം, വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റിൽ VA എന്ന് വെച്ചാൽ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ Vin മൈനസ് VA/dt ആണ്. നമുക്ക് IFന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, IF എന്ന് വെച്ചാൽ എന്തായിരിക്കും, VA മൈനസ് V0/RF ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ VA 0 ആണെന്ന് നമുക്കറിയാം. ഇതാണ് ഡ്യൂ ടു വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്, VA 0 ആണെങ്കിൽ ഇക്വേഷൻ എന്താവും, C1D Vin/dt ഈസ് ഈക്വൽ ടു മൈനസ് V0/RF. ഇതിന് V0 എങ്ങനെ എഴുതാം, മൈനസ് RF C1 d Vin/dt. അപ്പൊ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡിഫറൻസിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്നായി. അപ്പൊ ഡിഫറൻഷിയേറ്റർ ആയില്ലേ. സോ V0 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് RF C1 ടൈംസ് ദ നെഗറ്റീവ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഇവിടെ മൈനസ് വന്ന് എന്തുകൊണ്ടാണ്, നമ്മൾ ഇൻവേർട്ടിംഗിലേക്കാണ് ഇൻപുട്ട് കൊടുത്തത്. അപ്പൊ നമുക്ക് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടണമെങ്കിൽ ഗെയിൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ അതിന് എന്താ ചെയ്തത്, ഇന്റഗ്രേറ്റ് ചെയ്തോളെ അതിന് എന്ത് ചെയ്യുക, ഇതിന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, V0 ഓഫ് S മൈനസ് RF, ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും S വരും. E/dt എന്ന് വെച്ചാൽ എന്താ വരുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ S എന്നാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് A കിട്ടണം. A എന്ന് വെച്ചാൽ എന്താണ്, V0 ഓഫ് S/Vin ഓഫ് S. അപ്പൊ ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ മതി. നമുക്ക് എന്ത് കിട്ടും, മൈനസ് RF C1 S എന്ന് കിട്ടും. ഇനി ഇവിടെ S ന് എന്ത് കൊടുക്കുക, J ഒമേഗ എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും, മൈനസ് RF C1 J ഒമേഗ. ഇനി മോഡിലേക്ക് ആക്കുമ്പോൾ എന്ത് കിട്ടും, ഒമേഗ RF C1 എന്ന് കിട്ടും. അപ്പൊ ഇനി ഒമേഗ എന്താണ്, 2πf ആണ്. 2πf RF C1 എന്നാണ് ഗെയിന്റെ ഇക്വേഷൻ കിട്ടുക. അപ്പൊ ഇനി നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഗെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ഗെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. സോ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി അറ്റ് എ റേറ്റ് ഓഫ് 20 dB/decade. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ആവുന്ന അനുസരിച്ചിട്ട് എന്താണ്, ഗെയിൻ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ എന്തായിരിക്കും, ഹൈ ഫ്രീക്വൻസിയിൽ സർക്യൂട്ട് എന്താവും, ഇറ്റ് ബിക്കംസ് അൺസ്റ്റേബിൾ ആവും. പിന്നെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഒരു ലിമിറ്റേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഇനി സെക്കൻഡ് വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇൻപുട്ട് സൈഡിൽ എന്താ ഉള്ളത്, ഒരു കപ്പാസിറ്റർ ആണുള്ളത്. സോ ഇൻപുട്ട് ഇംപെഡൻസ് എന്തായിരിക്കും, കപ്പാസിറ്റീവ് ഇംപെഡൻസ് ആയിരിക്കും. കപ്പാസിറ്റീവ് ഇംപെഡൻസ് എന്ന് വെച്ചാൽ എന്താണ്, XC ഈസ് ഈക്വൽ ടു 1/ωc ആണ്. ഒമേഗ എന്താണ്, 2πf ആണ്. സോ 1/2πfc ആണ്. സോ ഇവിടെ ഇംപെഡൻസ് എന്താണ്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും. സോ ദ ഇൻപുട്ട് ഇംപെഡൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ ഫ്രീക്വൻസി ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഇംപെഡൻസ് എന്താണ്, ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൈ ഫ്രീക്വൻസിയിൽ ദിസ് സർക്യൂട്ട് ഈസ് സെൻസിറ്റീവ് ടു നോയിസ് ആയിരിക്കും. ഈ രണ്ട് പ്രോബ്ലം ഉണ്ട്. ഒന്ന്, നമുക്ക് ഗെയിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗെയിൻ എന്താണ്, 20 dB/decade ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ സർക്യൂട്ട് എന്താവും, അൺസ്റ്റേബിൾ ആവും. ഈ ഇൻപുട്ട് ഇംപെഡൻസിന്റെ പ്രോബ്ലം എന്താണ്, ഇൻപുട്ട് ഇംപെഡൻസ് ഫ്രീക്വൻസി ഇൻക്രീസ് ആകുമ്പോൾ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. സോ എന്തായിരിക്കും, ഇതിന് നോയിസ് സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെ രണ്ട് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ രണ്ട് പ്രോബ്ലവും, ഈ സ്റ്റെബിലിറ്റി പ്രോബ്ലവും ഹൈ ഫ്രീക്വൻസി നോയിസ് പ്രോബ്ലവും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്റർ ഉള്ളത്. പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്റർ നമ്മൾ വീണ്ടും രണ്ട് കമ്പൗണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, ഒരു R1 ഉം CF ഉം.
അതിന്റെ ഡയഗ്രം ഇതാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ C1ന്റെ കൂട്ടത്തിൽ ഒരു R1 കൂടെ കൊണ്ടുവന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആ ഒരു ഇംപെഡൻസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ R1 എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു പ്ലേസ് എ ലോവർ ലിമിറ്റ് ഇൻ ദ ഇംപെഡൻസ് റെസിസ്റ്റർ പ്ലേസ്ഡ് ഇൻ സീരീസ് വിത്ത് ഡിഫറൻഷിയേറ്റിംഗ് കപ്പാസിറ്റർ. അപ്പൊ നമുക്കൊരു കപ്പാസിറ്റർ ഇൻ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇംപെഡൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഇംപെഡൻസിന് കൺട്രോൾ വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ നോയിസിന്റെ പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഇംപെഡൻസ് പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താണ്, പാരലൽ ആയിട്ടൊരു കപ്പാസിറ്റർ വന്നു. ഈ CF/RF എന്നുള്ളൊരു പാരലൽ കോമ്പിനേഷൻ വന്നു. ഇറ്റ് ഈസ് യൂസ് ടു മിനിമൈസ് ദ നോയിസ് ആൻഡ് പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. അപ്പൊ ഹൈ ഫ്രീക്വൻസിയിലുള്ള സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്ത് ഹൈ ഫ്രീക്വൻസി ഗെയിൻ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ സർക്യൂട്ട് സ്റ്റേബിൾ ആവുന്നു. അതിന് വേണ്ടിയിട്ടാണ് എന്ത്, ഒരു CF/RF പാരലൽ കോമ്പിനേഷൻ ഇവിടെ യൂസ് ചെയ്തത്. അങ്ങനെ സർക്യൂട്ടിൽ എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്ററും വരും, അവിടെ ഒരു കപ്പാസിറ്ററും എക്സ്ട്രാ വരും. ഇനി നമുക്ക് അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസിൽ എന്താണ്, ഇവിടെ എക്സ് ആക്സിൽ ഫ്രീക്വൻസിയും വൈ ആക്സിൽ ഗെയിനും dB ആയിരിക്കും. ഇത് നമ്മുടെ നോർമൽ എന്താണ് ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷിയേറ്റർ ഇങ്ങനെയായിരിക്കും. ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷിയേറ്റർ എന്ന് വെച്ചാൽ എന്താണ്, ആദ്യം ഫ്രീക്വൻസി 0 ആകുമ്പോൾ ലോ ആകുമ്പോഴത്തേക്ക് ഹൈ ഗെയിൻ ആണ്, പിന്നെ അത് റെഡ്യൂസ് ആയി ലാസ്റ്റ് എന്താണ് 0 ആവും. യൂണിറ്റി ഗെയിൻ ആണ് FC എന്ന് ഡിനോട്ട് ചെയ്തത്. F(C) എന്ന് വെച്ചാൽ യൂണിറ്റി ഗെയിൻ ആണ്. അതാണ് ഒരു ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷിയേറ്ററിൽ വരുന്നത്. ഇനി ക്ലോസ് ലൂപ്പ്, നമ്മളിപ്പോൾ പഠിച്ച ക്ലോസ് ലൂപ്പ് റെസ്പോൺസ് ഓഫ് ബേസിക് ഡിഫറൻഷിയേറ്റർ, നമ്മൾ ആദ്യം പഠിച്ച ഡിഫറൻഷിയേറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നില്ലേ, ഈ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, ഫ്രീക്വൻസി ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഗെയിൻ ഇൻക്രീസ് ആവുന്നല്ലേ, ഇതിങ്ങനെ പോകും. അതാണ് നമ്മൾ സ്റ്റെബിലിറ്റി പ്രശ്നം വരുന്നത്. അങ്ങനെ ഗെയിൻ അങ്ങ് കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് എന്ത്, ഡിഫറൻഷിയേറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, ബേസിക് ഡിഫറൻഷിയേറ്റർ. പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്റർ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നെ റെഡ്യൂസ് ആവുകയാണ്. അപ്പൊ ആദ്യം എന്താണ്, ഈ ബേസിക് പോലെ തന്നെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും ഗെയിൻ, ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ എന്താണ്, ഗെയിൻ റെഡ്യൂസ് ആയി നേരെ 0യിലേക്ക് പോകും. ഈ റെഡ്യൂസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ദാറ്റ് ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ആസ് FB എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫ്രീക്വൻസിയെ FB എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഒമേഗയുടെ ഇക്വേഷൻ ഗെയിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു 2πf/RF(C1) ആണ്. ഇനി ഗെയിൻ 0 dB ആവുമ്പോൾ, അല്ലെങ്കിൽ ഗെയിൻ എന്താണ് 1 ആവുമ്പോൾ, dBയിൽ 0, ഗെയിൻ 0 dB, ഇവിടെ കണ്ടില്ലേ, ഗെയിൻ 0 dB ആകുമ്പോഴുള്ള ഫ്രീക്വൻസിയാണ് FA എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഗെയിൻ 0 ആകുമ്പോൾ 0 dB എന്ന് പറയുമ്പോഴത്തേക്ക് ഗെയിൻ ഈക്വൽ ടു എന്താണ് 1 ആവും. അപ്പൊ ഗെയിൻ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം, ഗെയിൻ 1 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും, 1 = 2πf/RF(C1). അതിൽ നിന്ന് F എന്ത് കിട്ടും, F = 1/2πRF(C1) എന്ന് കിട്ടും. ഇപ്പൊ FAയുടെ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഗെയിൻ 1 ആവുമ്പോഴുള്ള ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് Fനെ എന്ത് ചെയ്തത്, FA എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പൊ FAയുടെ ഇക്വേഷൻ എന്താണ്, 1/2πRF(C1). ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്റർ ആണെന്ന് ആ ഡാഷ്ഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. F to FB എന്താണ്, ഗെയിൻ ഇൻക്രീസസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഗെയിൻ FB എത്തുന്നവരെ എന്താണ്, ഗെയിൻ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. 20 dB per decade ആണ്. ആഫ്റ്റർ FB the gain decreases at 20 dB per decade. ഇവിടുത്തെ മൊത്തത്തിൽ ഒരു 40 dB ചേഞ്ച് ഉണ്ട്, 40 dB per decade ചേഞ്ച് ഉണ്ട്. ആദ്യം 20 dB ഇൻക്രീസ് ആവുന്നു, പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ 20 dB ഡിക്രീസ് ആവുന്നു. അതിന്റെ റീസൺ നമ്മൾ അവിടെ യൂസ് ചെയ്ത R1C1 ആൻഡ് RF-CF കോമ്പിനേഷൻ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. നമ്മൾ അതിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്ററിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയല്ലോ. പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്ററിന്റെ ഇക്വേഷൻ നോക്കാം. V0/Vin ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുക്കാം. ഇവിടെ V0/Vin എടുക്കാൻ വേണ്ടി നമ്മുടെ സർക്യൂട്ടിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈ ഔട്ട്പുട്ട് ഇംപെഡൻസ് ബൈ ഇൻപുട്ട് ഇംപെഡൻസ് ഡയറക്റ്റ് എടുത്തങ്ങ് സിമ്പിൾ ആയിട്ട് ചെയ്യും. V0/Vin എന്തായിരിക്കും, മൈനസ് അവിടുത്തെ ഔട്ട്പുട്ട് ഇംപെഡൻസ്, ആ ഫീഡ്ബാക്ക് ഇംപെഡൻസ് എന്നാണ് ZF(S), ഇൻപുട്ട് ഇംപെഡൻസ് ZI(S). മൈനസ് വരുമല്ലോ, മൈനസ് ഉണ്ടല്ലോ ഡിഫറൻഷിയേറ്ററിൽ, ആണ് അവിടെ മൈനസ് കൊടുത്തത്. ഇനി ZF(S) എന്തായിരിക്കും, ZF(S) എന്ന് വെച്ചാൽ എന്താണ്, ഒരു RF-ഉം CF-ഉം പാരലാണ്. RF പാരലൽ CF ആണ്. ഇൻപുട്ട് ഇംപെഡൻസ് എങ്ങനെ എഴുതാം, ഈ R1 C1 സീരീസ് ആയിട്ടാണ്. അപ്പൊ R1 പ്ലസ് R1ന്റെ ഇംപെഡൻസ് R1 തന്നെ, C1ന്റെ ഇംപെഡൻസ് എന്താണ് 1/SC1. ഇവിടെ ഈ RF പാരലൽ എന്താണ്, നമ്മുടെ CFന്റെ എന്തായിരിക്കും 1/SCF. ഇതല്ലേ വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, ZF(S) എന്ന് വെച്ചാൽ RF പാരലൽ 1/SCF, ZI(S) എന്നാണ് R1 പ്ലസ് 1/SC1. ഇത് നമുക്ക് ഡയറക്റ്റ് LCM എടുത്ത് എഴുതാം. SC1 എടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റും, R1 SC1 പ്ലസ് 1. ഈ ഇക്വേഷൻ റെഡി അല്ലേ. ഇനി ഇവിടെ എന്താണ്, RF പാരലൽ 1/SCF ആണ്. ഇതിന്റെ പാരലൽ എന്ന് പറയുമ്പോൾ എന്ത് വരും, RF/1/SCF.
1 by SCF by RF plus 1 by SCF അല്ലേ. ഇനി ഇതിന്റെ LCM എടുക്കുക, ഇവിടെ LCM എടുക്കുക, ഇത് ക്യാൻസൽ ആയിപ്പോ ലാസ്റ്റ് വരും RF by SRF CF plus 1 എന്ന് കിട്ടി. അങ്ങനെ ഈ രണ്ട് ഇംപെഡൻസിന്റെ ഇക്വേഷൻ കിട്ടി. അത് നേരെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, V0 by V എന്ന് വെച്ചാൽ എന്ത് കിട്ടും, മൈനസ് RF SCRF CF plus 1 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ബൈ ZI of S ആണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, റിവേഴ്സ് എടുത്തിട്ട് എഴുതണം, തിരിച്ചല്ലേ എഴുതുന്നത്. ബൈ ZI of S എന്ന് പറയുമ്പോൾ ഇതൊരു SC1 by R1 SC1 plus 1. അപ്പൊ നിങ്ങളിത് പോസ് ചെയ്തിട്ട് തനിയൊരു പേപ്പറും പേനെടുത്ത് എഴുതി നോക്കുക കേട്ടോ, ഇതൊക്കെ കിട്ടുന്നുണ്ടോ. അപ്പൊ ഇതിന് വേണ്ടി അവിടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൈനസ് S RF C1 by 1 plus S RF CF ഇൻറ്റു 1 plus R1 SC1. ഇനി നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുകയാണ് RF CFഉം R1 C1ഉം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 1 plus S RF CF the whole square അല്ലെങ്കിൽ 1 plus S R1 SC1 the whole square എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഞാനിവിടെ RF CF ആണ് എടുത്തിട്ടുള്ളത്, ഈ രണ്ടും എഴുതി. ഇനി നമുക്ക് മാക്സിമം ഗെയിൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ, ഈ ഗെയിന്റെ ഇക്വേഷനിൽ മാക്സിമം ഗെയിൻ കിട്ടണമെങ്കിൽ എന്താണ്, ഡിനോമിനേറ്റർ 0 ആകണ്ടേ. അപ്പൊ നമുക്കത് നോക്കാം. ഡിനോമിനേറ്റർ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 1 plus S RF CF the whole square is equal to 0 ആകുമ്പോഴാണ് മാക്സിമം ഗെയിൻ കിട്ടുന്നത്. സോ 1 plus omega RF CF the whole square is equal to 0 എന്ന് കിട്ടി. എസിന് നമ്മൾ ഒമേഗ എന്ന് കൊടുത്തു, J omega എന്ന് കൊടുത്തു. ഇനി ഇതിന്റെ എന്താണ്, നമുക്ക് ഇതിന്റെ ഒരു മോഡിൽ എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ഒമേഗ RF CF the whole square is equal to 0 എന്ന് കിട്ടും. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, ഒമേഗ RF CF the whole square is equal to 1 എന്ന് കിട്ടും, -1. അപ്പൊ എന്താണ്, ഒമേഗ RF CF 1 ആണല്ലോ, ഈ ഒമേഗയ്ക്ക് 2πf കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ കിട്ടില്ല, 2πf RF CF is equal to 1. അങ്ങനെ എഫിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും, 1 by 2π RF CF അല്ലെങ്കിൽ 1 by 2π R1 C1. നമ്മൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ടാണല്ലോ, അസ്യൂം ചെയ്തിട്ടല്ലേ ഇതെടുത്തത്. അപ്പൊ ഒന്നുകിൽ RF CF കൊടുക്കാം അല്ലെങ്കിൽ R1 C1 കൊടുക്കാം. ഇതാണ് ഫ്രീക്വൻസി ഇക്വേഷൻ കിട്ടുക. നമ്മൾ മാക്സിമം ഗെയിൻ ഉള്ളപ്പോഴുള്ള ഫ്രീക്വൻസിയാണ്. മാക്സിമം ഗെയിൻ ഉള്ളപ്പോഴുള്ള ഫ്രീക്വൻസി എന്താണ്, നമ്മുടെ ഡയഗ്രത്തിൽ നോക്കി അറിയാം, നമ്മുടെ പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൽ അറിയാം. ആദ്യം എന്താണ്, ഗെയിൻ ഇൻക്രീസ് ചെയ്ത് പോകും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്താണ്, ഗെയിൻ ഡിക്രീസ് ആവും. അപ്പൊ ഇവിടുത്തെ ഈ മാക്സിമം ഗെയിൻ ഉള്ള ഫ്രീക്വൻസി എന്താണ്, FB ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ എന്തിന്റെയാണ്, FBയുടെയാണ്. FAയും FBയുടെയും ഇക്വേഷൻ കിട്ടിയല്ലോ. FC എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് ആണ്. പിന്നെ ജനറലി എന്തായിരിക്കും, FA ലെസ് ദാൻ FB ലെസ് ദാൻ FC ആയിരിക്കും. നമ്മൾ ഇന്റഗ്രേറ്ററിൽ ഒരു കണ്ടീഷൻ പറഞ്ഞില്ലേ, കറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന്. അതുപോലെ ഇവിടെയും പറയണം, ഇൻപുട്ട് സിഗ്നൽ വിൽ ബി ഡിഫറൻഷിയേറ്റഡ് പ്രോപ്പർലി ഇഫ് ദ ടൈം പീരിയഡ് T ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് ലാർജർ ദാൻ ഓർ ഈക്വൽ ടു RF C1. സോ ടൈം പീരിയഡ് T ഷുഡ് ബി ലാർജർ ദാൻ ഓർ ഈക്വൽ ടു RF C1 ആയിരിക്കും. ഈ ഒരു കണ്ടീഷനും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ലാബിലൊക്കെ ഈ ഒരു പർട്ടിക്കുലർ സർക്യൂട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം, ഡിസൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ഇതിനുള്ള സ്റ്റെപ്പ് ഇതാണ്. ആദ്യം ചൂസ് FA ഈക്വൽ ടു ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി ആയിട്ട് FA എടുക്കുക. ദെൻ അസ്യൂം എ പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് C1 ആൻഡ് ദെൻ കാൽക്കുലേറ്റ് RF. നമ്മൾ FA എടുത്തു, FAയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് C1ന്റെ വാല്യൂ വേണം, RFന്റെയും വാല്യൂ വേണം. C1ന്റെ വാല്യൂ എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യുക, ഒരു ലെസ് ദാൻ 1 mu ആയിട്ട് ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് RF കാൽക്കുലേറ്റ് ചെയ്യുക. FA ഓൾറെഡി നമ്മൾ ഇൻപുട്ട് സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി എടുത്തു. അപ്പൊ അങ്ങനെ C1ഉം RFും കിട്ടും. ഇനി അടുത്ത കണ്ടീഷൻ FB എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, FA കാട്ടി ഹൈ വാല്യൂ ആയിരിക്കുമല്ലോ FB. സോ നമ്മൾ FBയുടെ കണ്ടീഷൻ എടുക്കുന്നത് 10FA എന്നാണ് എപ്പോഴും എടുക്കുക. അപ്പൊ ഇവിടെ FA ഓൾറെഡി അറിയാം, FB 10FA എടുക്കുന്നു. പിന്നെ FBയുടെ ഇക്വേഷൻ അറിയാം. ആ FBയുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, R1ഉം CFും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. R1 C1 is equal to RF CF എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ്. ഓൾറെഡി നമുക്ക് C1ഉം RFും ഒക്കെ അറിയാം. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിയാണ് ഡിസൈൻ ചെയ്യുക. ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ LIC പഠിക്കുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.